السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما تقدموا لأنفسكم من خير تجدوه عند الله هو خيرا وأعظم أجرا واستغفروا الله إن الله غفور رحيم. لا ضار للمرء بعد الموت يسكنها إلا التي كان قبل الموت بانيها، فإن بناها بخير طاب مسكنها، وإن بناها بشر خاب بنيها. ആദരണീയരും ബഹുമാന്യരുമായ സ്റ്റേജിലും സദസ്സിലും ഇരിക്കുന്ന വന്ദരായ ഉസ്താദുമാരെ, ഇവിടുത്തെ പള്ളി മദ്രസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന കമ്മിറ്റി ഭാരവാഹികളെ, ഉമറാക്കളെ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, യുവജന സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ, സർവശക്തനായ അല്ലാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിഹായ അമലാക്കി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നാമൊക്കെ നമ്മുടെ വീടുകളിൽ നിന്ന് ഈ പുണ്യമായ സദസ്സിലേക്ക് പുറപ്പെട്ടത് മുതൽ നമ്മുടെ ഓരോ ചലനങ്ങളും ഒരു സ്വാലിഹായ അമലാക്കി സ്വീകരിച്ച് സ്വർഗം പ്രതിഫലം നൽകട്ടെ. നമ്മുടെയൊക്കെ ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കൾക്ക് അല്ലാഹു തആല ആഫിയത്തോടു കൂടെ അവന്റെ ത്വാഅത്തിലായിക്കൊണ്ട് ദീർഘായുസ്സ് നൽകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബറുകളെയൊക്കെ അല്ലാഹു സ്വർഗം കൊണ്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ മക്കളെ അല്ലാഹു രണ്ട് ലോകത്തും ഉപകാരപ്പെട്ട മക്കളിൽ ഉൾപ്പെടുത്തട്ടെ. നമുക്ക് വന്നുപെട്ടുപോയ സർവ്വരോഗങ്ങളും വേദനകളും ഈ പുണ്യമായ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ മനസ്സുകളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന സർവ പ്രശ്നങ്ങൾക്കും അല്ലാഹു തആല എത്രയും പെട്ടെന്ന് സന്തോഷത്തിന്റെ പരിഹാരം നൽകട്ടെ. ജീവിക്കുന്ന കാലത്തോളം ആരോഗ്യത്തോടെ ജീവിച്ച് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ നമുക്കൊക്കെ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, 2-3 ദിവസമായി ഇവിടെ നടന്നു വരുന്ന പ്രഭാഷണ പരിപാടിയുടെ സമാപന ദിവസമായ ഇന്ന് മജ്‌ലിസിനോട് ചൊല്ലി ഇനി നാമൊക്കെ പ്രതീക്ഷിക്കുന്നത് അല്പം ദിക്ർ സ്വലാത്തുകൾ ചൊല്ലി നമ്മുടെ പല ഗുണങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു നീണ്ട പ്രസംഗത്തിലേക്ക് പ്രവേശിക്കാതെ പരിശുദ്ധ റമദാൻ മാസം പതിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം കൂടുതൽ സമയം ഉപയോഗപ്പെടുത്താതെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. ആമുഖങ്ങളൊന്നും പറയാതെ ഈ പുണ്യമായ സദസ്സിൽ ഇരിക്കാൻ കഴിഞ്ഞതിന്റെ പേരിലുള്ള സന്തോഷത്തോടു കൂടെയാണ് ഇരിക്കേണ്ടതെന്നും തുടക്കത്തിൽ ഉണർത്തുകയാണ്. ഈ പുണ്യമായ മാസത്തിലെ ഇങ്ങനെയുള്ളൊരു രാവിലെ ഇവിടെ ഇന്നിന് വേണ്ടി ദിക്ർ സ്വലാത്തിന് ദുആക്ക് വേണ്ടി ഒരുമിച്ച് കൂടാൻ നമുക്ക് സാധിച്ചത് അല്ലാഹു നമുക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ്. പല ആളുകളെയും അല്ലാഹു തആല പല വഴിക്കും പറഞ്ഞയച്ചപ്പോൾ
ആ വിഭാഗത്തിൽ നമ്മെ പെടുത്താതെ ഈ പുണ്യമായ സദസ്സിൽ വന്നിരിക്കാൻ ഭാഗ്യം തന്നത് നമുക്കാണ്. അല്ലാഹുവിന് നമ്മോടുള്ള ഇഷ്ടം കൊണ്ടാണ്, തൃപ്തി കൊണ്ടാണ് നമുക്ക് ഈ പുണ്യമായ സദസ്സിൽ എത്തിപ്പെടാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ അല്പസമയം കൂടി നാമൊക്കെ ഇവിടെ സമയം ചെലവഴിക്കുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ, നന്ദിയോടുകൂടെയായിരിക്കണം ഇരിക്കേണ്ടത് എന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ്. അല്ലാഹു ഇതുപോലെയുള്ള ധാരാളം സദസ്സുകളിൽ ഇനിയും പങ്കെടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വളരെ കുറഞ്ഞ ആളുകളുള്ള ഈ മഹല്ലിൽ ഇത്രയും ആളുകൾ തടിച്ചു കൂടിയത് കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ വന്ദ്യരായ ഉസ്താദ്, ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ, പ്രവർത്തകന്മാർ എല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിക്കുന്നതോടൊപ്പം സർവശക്തനായ നാഥൻ അവർക്കൊക്കെ തക്ക പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുക കൂടി ചെയ്യുകയാണ്. പ്രിയമുള്ള മുഅ്മിനീകളെ, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പ്രവേശിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളത്. നമ്മുടെ വീടുകളിലൊക്കെ നനച്ചുകുളിയുടെ സമയങ്ങളാണ്. നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഉമ്മപങ്ങന്മാർ നനച്ചുകുളി എന്ന ഒരു ശുദ്ധീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിന്റെ അകത്തുള്ള വസ്ത്രങ്ങളും കിടക്കുന്ന കട്ടിലും അതേപോലെ തന്നെ വാതിൽ കട്ടിലുകളും വാതിൽ പൊളികളും ജനലുകളും ഒക്കെ കഴുകി വൃത്തിയാക്കി തുടച്ച് വീട്ടിൽ ഇരിക്കുന്ന കിടക്കുന്ന സർവ്വതും കഴുകി വൃത്തിയാക്കി അങ്ങനെ ഒരു നനച്ചുകുളി ഒരു നമ്മുടെ വീടുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പരിശുദ്ധമായ റമദാൻ മാസത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് കഴുകി വൃത്തിയാക്കേണ്ട, നനച്ചുകുളി നടത്തേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ടെന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ആ ശുദ്ധി നടത്തേണ്ടത് നമ്മുടെ മനസ്സുകളെയാണ്. ഹൃദയങ്ങളിൽ ഒരു നനച്ചുകുളി കൂടി ആവശ്യമാണ്. മനസ്സിന്റെ ശുദ്ധി നോമ്പിന്റെ സ്വീകാര്യതയ്ക്ക് അനിവാര്യമാണ്, ആവശ്യമാണ്. എന്തുകൊണ്ട്? പരിശുദ്ധ ഖുർആനിൽ റബ്ബ് തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് തഖ്വയുണ്ടാവാൻ വേണ്ടിയാണ് മുൻകാലത്തുള്ളവർക്ക് നോമ്പിനെ നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കിയതെന്ന് പരിശുദ്ധ ഖുർആൻ. തഖ്വയാണ് പണച്ചറപ്പ് ആത്യന്തികമായി നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രഭാതം മുതൽ പ്രദോഷം വരെ കേവലം പട്ടിണി കിടക്കലല്ല റബ്ബിനിതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. നമ്മുടെയൊക്കെ മനസ്സുകളിൽ തഖ്വയുണ്ടാവലാണ് നോമ്പ് കൊണ്ട് പരമപ്രധാനമായി പടച്ചറപ്പ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ തഖ്വ എന്നുള്ളത് മനുഷ്യന്റെ മനസ്സിലാണ്. അതുകൊണ്ടാണ് മുഅ്മിനീകളെ പറഞ്ഞത്, ഒരു നനച്ചുകുളി നമ്മുടെ ഹൃദയത്തിന് കൂടി ആവശ്യമാണ് നോമ്പിന്റെ മുമ്പ്. തഖ്വയാണ് പടച്ചറപ്പ് നോമ്പ് കൊണ്ട് ഉദ്ദേശിച്ചതെങ്കിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, അവിടുത്തെ വലത്തെ കൈയിന്റെ ചൂണ്ടുവിരൽ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന. തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്. മനുഷ്യന്റെ ഹൃദയത്തിലാണ് തഖ്വ എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെങ്കിൽ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പടച്ചറപ്പ് ഉദ്ദേശിച്ച കാര്യം സാധ്യമാവാൻ, അഥവാ തഖ്വയുള്ളവരാവാൻ നമ്മുടെയൊക്കെ മനസ്സിന്റെ ശുദ്ധി വളരെ ആവശ്യമാണ്. അല്ലെങ്കിലും പടച്ചറപ്പിന്റെ നോട്ടം മുഴുവനും മുഅ്മിനീകളെ നമ്മുടെ മനസ്സുകളിലേക്കാണ്. പടച്ചോന്റെ നോട്ടം നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ്, നമ്മുടെ കാട്ടിക്കൂട്ടലുകളിലേക്കല്ല, രൂപങ്ങളിലേക്കല്ല. പടച്ചറപ്പിന്റെ നോട്ടം നമ്മുടെയൊക്കെ മനസ്സുകളിലേക്കാണ്. അതുകൊണ്ട് തന്നെയല്ലേ ബഹുമാനപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സഹാബി ചോദിച്ചല്ലോ, ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ് പ്രവാചകരെ? മനുഷ്യരുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠൻ ആരാണെന്ന് ഒരു സഹാബി ചോദിക്കുകയാണ്. അയ്യുന്നാസി അഫ്ദൽ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ്? ഏറ്റവും നല്ലവർ ആരാണ്? ഒരു 100 കൂട്ടം മറുപടി പറയാൻ പറ്റുന്ന ചോദ്യമാണത്. ഒരുപാട് നിസ്കരിക്കുന്നവർ എന്ന് പറയാം, ഒരുപാട് മറ്റുള്ള അമലുകൾ ചെയ്യുന്നവർ എന്ന് പറയാം, നോമ്പനുഷ്ഠിക്കുന്നവർ, ജിഹാദ് ചെയ്യുന്നവർ, ഹജ്ജും ഉംറയും ചെയ്യുന്നവർ, എന്തൊക്കെ മറുപടി പറയാൻ പറ്റുന്ന ചോദ്യമാണ്.
അള്ളാഹുവിന്റെ പ്രവാചകരെ, നല്ലോന്റെ നല്ലോടെ ലക്ഷണം എന്താണ്? ആരാണ് നല്ലവൻ, ആരാണ് നല്ലവൻ? ഒരു വല്ലാത്ത ചോദ്യമാണ്. ചോദിപ്പിച്ചതുപോലെ ഒരുപാട് മറുപടി പറയാൻ പറ്റുന്ന ചോദ്യമാണെങ്കിലും ആശങ്കയ്ക്കിടയില്ലാതെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല മനുഷ്യന്റെ ലക്ഷണം പറഞ്ഞത്, എന്റെ മുഅ്മിനീങ്ങളെ, തോട്ടപ്പുഴ ജുമാ മസ്ജിദിന്റെ മുറ്റത്ത് ഇൽമിന്റെ ദിക്റിന് സ്വലാത്തിന് വേണ്ടി വന്നിരിക്കുന്ന മുഅ്മിനീങ്ങളെ, ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നല്ല മനുഷ്യന്റെ ലക്ഷണം പറഞ്ഞത്, കുല്ലു മഖ്ബൂബിൽ ഖൽബി വസദൂഖുൽ ലിസാൻ. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സ്വഹാബത്തിന് വിവരിച്ചു കൊടുക്കുന്നത്. നല്ല മനുഷ്യന്റെ ലക്ഷണം കുല്ലു മഖ്ബൂബിൽ ഖൽബി വസദൂഖുൽ ലിസാൻ. മനസ്സിനെ ബുദ്ധിയാക്കിയവരാണ്, മനസ്സ് തെളിഞ്ഞവരാണ്, മനസ്സ് കലർപ്പില്ലാതെ തെളിഞ്ഞവരാണ്, മനസ്സിനെ ശുദ്ധിയാക്കിയവരാണ് ഏറ്റവും നല്ല മനുഷ്യർ. മാത്രമല്ല വസദൂഖുൽ ലിസാനി, നാവിനെ സത്യസന്ധമായി ഉപയോഗിക്കുന്നവരുമാണ്. ഭൂമികളിൽ ഒരു വല്ലാത്ത ഹദീസല്ലേ, മനുഷ്യൻ നന്നാകുന്നത് അവന്റെ ഹൃദയവും നാവും നന്നാകുമ്പോഴാണ്. മനസ്സ് നന്നായാൽ അവന്റെ നാവ്, അവന്റെ നാക്കും നന്നാകുന്നതാണ്. ഹൃദയവും നാക്കും നന്നാവാതെ അവളുടെ നിസ്കാരത്തിന് സ്ഥാനമില്ല, നോമ്പിന് സ്ഥാനമില്ല, മറ്റുള്ള അമലുകൾക്ക് സ്ഥാനമില്ല. പടച്ചോന്റെ നോട്ടം മനുഷ്യന്റെ മനസ്സിലേക്കാണ്. ഒരു പ്രസംഗത്തിന്റെ ഭംഗിക്ക് വേണ്ടി പറയുകയല്ല മുഅ്മിനീങ്ങളെ, സമയം കളയാൻ വേണ്ടി പറയുകയല്ല. നാമത്തെ അമലുകൾ ചെയ്താലും പടച്ചോന്റെ നോട്ടം മനസ്സിലേക്കാണ്, കൽബിലേക്കാണ്. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ പറഞ്ഞത്, പരിശുദ്ധ നോക്കുകൊണ്ട് പടച്ചവൻ ഉദ്ദേശിച്ചത് തഖ്വയാണെങ്കിൽ തഖ്വ മനുഷ്യന്റെ മനസ്സിലാണെന്ന് 3 വട്ടം ആവർത്തിച്ച് പറഞ്ഞത് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നല്ല മനുഷ്യന്റെ ലക്ഷണം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മനസ്സ് നന്നാവലാണ്, നാവ് നന്നാവലാണ്. എത്ര നല്ല ഇബാദത്ത് ചെയ്യുന്ന ആബിദാണെങ്കിലും ആബിദയാണെങ്കിലും മനസ്സും നാവും നന്നായില്ലെങ്കിൽ അവനെ കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. പടച്ചോന്റെ അടുത്ത് അവർക്ക് യാതൊരു സ്ഥാനവുമില്ല. അള്ളാന്റെ പ്രവാചകർ ഇക്കാര്യം പറഞ്ഞു കൊടുത്ത സമയത്ത് ഒരു സ്വഹാബി വീണ്ടും തിരിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട്. വസദൂഖുൽ ലിസാനി നഅരിഫുഹു ഫമാ മഖ്ബൂബിൽ ഖൽബി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, നാവിനെ സത്യസന്ധമായി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് മനസ്സിലായല്ലോ, അത് ഞങ്ങൾക്ക് തിരിഞ്ഞല്ലോ. എന്നാൽ മനസ്സിന്റെ ശുദ്ധി എന്നതുകൊണ്ട് താങ്കൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഒന്നുകൂടി പറഞ്ഞു തരണേ. മുഅ്മിനീങ്ങളെ, ഒരു നിമിഷം എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. മനസ്സിന്റെ ശുദ്ധി എന്നതുകൊണ്ട് എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത് എന്ന് ഒന്നുകൂടി
കേൾക്കുന്നുണ്ടോ? അത് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോവാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് വലിയ കാര്യമില്ലേ? നോമ്പ് മാസാ വരുന്നത്. അതിന്റെ മുമ്പ് 3 കാര്യങ്ങൾ പരമപ്രധാനമായി നാം ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ മനസ്സിന്റെ ശുദ്ധിയാണ്, വൃത്തിയാക്കണം. രണ്ടാമത്തത്, ബന്ധങ്ങളൊക്കെ വൃത്തിയാക്കണം, പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങൾ. ഇതൊക്കെ ഒരു വലിയ കാര്യങ്ങളല്ലേ? കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ നമുക്ക് നോമ്പനുഷ്ഠിക്കാൻ യാതൊരു പ്രയാസങ്ങളും ഇല്ല. സ്വാദിഷ്ടമായ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ നമ്മുടെ വീടുകളിൽ ആഴ്ചകൾ കണക്കെ കഴിക്കാനുള്ളത് വീട്ടിന്റെ അകത്തുള്ള സ്റ്റോക്ക് റൂമിലും ഫ്രിഡ്ജിലും ഒക്കെ സ്റ്റോക്കല്ലേ മുമ്പിലുകളെ. മാത്രമല്ല, ഒരു 10-14 മണിക്കൂർ പകൽ സമയത്ത് ഭക്ഷണം ഒഴിവാക്കുന്നതിന്റെ പേരിൽ അതിനേക്കാൾ ഇരട്ടി ഭക്ഷണം രാത്രി അകത്താക്കുകയും ചെയ്യുന്നവരല്ലേ? എന്തുകൊണ്ട് നോമ്പിന് പിന്നെ എന്ത് പ്രയാസമാണുള്ളത്? പ്രയാസമുള്ളത് ഇത്യാദി കാര്യങ്ങൾക്കാണ്. മനസ്സിനെ നന്നാക്കി ജീവിക്കുന്നതിലാണ്, ബന്ധങ്ങളൊക്കെ ചേർത്തുകൊണ്ട് കുടുംബ ബന്ധം ചേർക്കുന്നതിലാണ്. ഒന്ന് കേൾക്കണേ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സ്വഹാബിയുടെ പേര് പെട്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പേ മക്കയിൽ ഒരു പ്രവാചകൻ വന്നെന്ന വിവരം അറിഞ്ഞു. അദ്ദേഹം നല്ലവരാണെന്നറിഞ്ഞു, മനുഷ്യരോട് കാരുണ്യം കാണിക്കുന്നവരാണെന്നറിഞ്ഞു, നല്ല പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന മഹാനാണെന്നറിഞ്ഞു. അദ്ദേഹം പറയുന്നു, ഞാൻ എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിയിട്ട ഒട്ടകപ്പുറത്ത് കയറി ഞാൻ ആ പ്രവാചകനെ ഒന്ന് കാണാൻ വേണ്ടി മക്കയിലേക്ക് പുറപ്പെട്ടു. മക്കയിൽ ചെന്ന് ഞാൻ ആ വീട് അന്വേഷിച്ചപ്പോ, ആ ചെറ്റക്കുടിയിൽ ചെറിയ കുടിയിൽ ഞാൻ ചെന്നപ്പോ ആ പ്രവാചകൻ എന്ന് പറയപ്പെടുന്ന മനുഷ്യന്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് ബോധ്യമായി ഇതൊരു പ്രവാചകനാണ്, ഇതൊരു സാധാരണ മനുഷ്യനല്ല. എങ്കിലും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മന്നൻ ആരാണ് താങ്കളെന്ന് ഞാൻ ആ പ്രവാചകനോട് ചോദിച്ചു. അദ്ദേഹം എന്നോട് മറുപടി പറഞ്ഞു, അന റസൂലുള്ളാഹ്, ഞാൻ പടച്ചോന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് എന്നോട് മറുപടി പറഞ്ഞു. വീണ്ടും ഞാൻ തിരിച്ചു ചോദിച്ചു, ലിമാ അർസൽത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനാണെങ്കിൽ എന്താണ് താങ്കൾക്ക് പടച്ചോൻ തന്ന മെസ്സേജ്? ജനങ്ങൾക്ക് അങ്ങേക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? ജനങ്ങളെ എന്ത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് പടച്ചോൻ താങ്കളെ ഭൂമിലോകത്തേക്ക് പറഞ്ഞയച്ചത് എന്ന് ഞാൻ ചോദിച്ച സമയത്ത് ഇവിടെ കൂടിയ മുഅ്മിനീങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം. എന്തൊക്കെ കാര്യം മറുപടി പറയാൻ കഴിയുമായിരുന്നു. എന്തിനു വേണ്ടിയാണ് താങ്കളെ ഭൂമിലോകത്തേക്ക് പറഞ്ഞയച്ചതെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് മറുപടി പറഞ്ഞത്, ഈ കുടുംബ ബന്ധങ്ങളൊക്കെ ചേർക്കാനാണ്, അതിന്റെ മാഹാത്മ്യം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഇന്ന് നമ്മുടെ ഈ തോട്ടപ്പുഴയിലുള്ള ആളുകളെന്ന് ഞാൻ പറയുന്നില്ല, പല കുടുംബങ്ങളും ഇന്ന് ചിത്രമായി കഴിയുന്നു. തല്ലിപ്പിരിഞ്ഞ് ഇല്ലാത്ത കാലത്ത്, ജീവിക്കാൻ വകയില്ലാത്ത കാലത്ത് നല്ല സ്നേഹത്തോടെ ജീവിച്ചിരുന്ന പല കുടുംബങ്ങളും പടച്ചോന്റെ ഞാമത്തെ കൈകളിൽ ധാരാളം വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേറാതെ മിണ്ടാതെ കുടുംബ ബന്ധങ്ങളൊക്കെ തകർത്തുകൊണ്ട് ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളെ നമുക്ക് കാണാൻ കഴിയും. മുഅ്മിനീകളെ, 24 മണിക്കൂറും സുജൂദിൽ കിടന്നാലും അവന്റെ സുജൂദിന് 1 മിനിറ്റിന്റെ കൂലി പോലും പടച്ചറപ്പ് കൊടുക്കുകയില്ല. നിങ്ങൾക്ക് കേൾക്കണോ മുഅ്മിനീകളെ? ആകാശത്തിന്റെ കവാടം ദിവസത്തിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം തുറക്കൂ. ആകാശ കവാടങ്ങൾ ആകാശ കവാടങ്ങൾ എല്ലാ വെള്ളിയാഴ്ച രാവുകളിലും തിങ്കളാഴ്ച രാവുകളിലും ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുമത്രേ. ദോഷിയുടെ സർവ്വപാപങ്ങളും പുറത്ത് പടച്ചോൻ ഓശാരമായിക്കൊണ്ട് സ്വർഗത്തിന്റെ അവകാശികളിൽ അവന്റെ അടിമകളെ എഴുതി വെക്കപ്പെടുമത്രേ. പക്ഷേ അങ്ങനെ ഓശാരമായി ഫ്രീ ആയിക്കൊണ്ട് ആ 2 ദിവസത്തിലെ ആനുകൂല്യം പോലും കിട്ടാത്തൊരു വിഭാഗമുണ്ട്. ആരോടെങ്കിലും മിണ്ടാതെ കേറാതെ പിണക്കത്തിലാണ് ആരെങ്കിലും ജീവിക്കുന്നതെങ്കിൽ അവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുകയില്ല. ഒന്ന് ആലോചിക്കണം, നല്ലതാണ്. ഇനി അത് പറയുന്ന അബ്ദുൽ അസീസ് ഒന്ന് ആലോചിച്ച് നോക്കണം, നല്ലതാണ്. കേൾക്കുന്ന നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതാണ്. പടച്ചോനെ, ഞാൻ എന്റെ കുടുംബത്തിൽ ആരോടെങ്കിലും വല്ല പ്രശ്നമുണ്ടോ?
എന്റെ ഉമ്മാനോട് ഞാൻ പിണക്കത്തിലാണോ? എന്റെ ഉമ്മാനെ ഞാൻ കണ്ണുനീർ കുടിപ്പിച്ചിട്ടുണ്ടോ? എന്റെ വാപ്പാനെ ഇടങ്ങാറാവുന്ന വർത്താനം ഞാൻ പറഞ്ഞ് കുഴച്ചു ചാടി വർത്താനം പറഞ്ഞിട്ടുണ്ടോ? എന്റെ ഭാര്യയെ ആവശ്യമില്ലാതെ അടിമകളെ കൊണ്ട് വേല ചെയ്യിപ്പിക്കുന്നത് പോലെ വേല ചെയ്യിപ്പിക്കുകയും അവളെ മുഖത്തടിക്കുകയും പ്രഹരിക്കുകയും മോശപ്പെട്ട മാനം കെടുന്ന വർത്തമാനങ്ങൾ പറഞ്ഞ് കുത്തുവാക്കുകൾ പറഞ്ഞ് എന്റെ ഭാര്യയെ ഞാൻ പീഡിപ്പിച്ചിട്ടുണ്ടോ? എന്റെ ഭർത്താവിന്റെ ഇട്ടാഘട്ടങ്ങൾ മനസ്സിലാക്കാതെ ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എന്റെ മക്കളോട് ഞാൻ മോശമായ രൂപത്തിൽ പ്രവർത്തിച്ചോ? ഇങ്ങനെയുള്ള എന്റെ എളാപ്പയോട്, മൂത്താപ്പയോട്, ചേട്ടനോട്, അനുജനോട്, വെല്ലിമ്മയോട്, വെല്ലിപ്പയോട്, അമ്മായിമ്മയോട്, അമ്മാശങ്കാക്കയോട്, മറ്റുള്ളവരോട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കുത്തിത്തിരിപ്പുകളോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? പിണക്കത്തിൽ ഞാൻ കഴിയുന്നുണ്ടോ എന്ന് നമുക്ക് നമ്മുടെ മനസ്സുകളോട് ചോദിച്ചു നോക്കുന്നത് നല്ലതാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരെങ്കിലും അങ്ങനത്തെ ഈ സദസ്സിൽ ഉണ്ടെങ്കിൽ, അത് സഹോദരങ്ങളാണെങ്കിലും സഹോദരിമാരാണെങ്കിലും, ഇന്നിവിടത്തെ ദിക്റുസ്സലാത്തും ദുആയും കഴിഞ്ഞ് പിരിഞ്ഞ് വീട്ടിൽ ചെന്നാൽ ഉടനെ ആദ്യമായി കിടന്നുറങ്ങുന്നതിന്റെ മുമ്പ് ചെയ്യേണ്ടത് ആരോടാണോ നമുക്ക് പ്രശ്നമുള്ളതെങ്കിൽ ദുരഭിമാനം പ്രതിസന്ധിയാവാതെ ഓന്റെ ഓളെ കാൽക്കൽ ചെന്ന് പ്രശ്നങ്ങളൊക്കെ തീർക്കൽ നിർബന്ധമാണ്. 1000 വട്ടം നിർബന്ധമാണ്. നാളെ നേരം വെളുക്കാൻ നിൽക്കണ്ട. നാളെ നേരം വെളുക്കുമ്പോൾ നമ്മൾ ജീവനോട് കൂടെ ഉണ്ടാവും. നമുക്ക് പറയാൻ കഴിയോ? ഇവിടെ കാരപ്പുറയിൽ എൻ്റെ പഞ്ചായത്തിലെ മൂത്തടം പഞ്ചായത്തിലെ കാരപ്പുറത്ത് ഉസ്മാൻ മുസ്ലിയാർ എനിക്ക് വിളിച്ചു. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങളൊന്ന് വരണം, ഞാൻ സുബിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ എത്തിയിട്ടുള്ളൂ. അപ്പോഴാണ് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങളൊന്ന് ഇവിടെ താളിപ്പാടത്തൊന്ന് വന്നു പോകണം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് ഇത്ര നേരത്തെ? അദ്ദേഹം എന്നോട് ചോദിച്ചു, ഉസ്താദ് നമ്മുടെ നിസാറിനെ നിസാറിനെ നിങ്ങൾ അറിയില്ലേ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമ്മുടെ SKSന്റെ പ്രവർത്തകനായ നിസാറല്ലേ, അദ്ദേഹം മരിച്ചിരിക്കുന്നു. ഇന്നലെ രാത്രി വയറ് നിറയെ ഭക്ഷണം കഴിച്ച് കിടന്നതായിരുന്നു. പതിരാക്ക് ശേഷം അവൻ കിടക്കുന്ന കട്ടിലിൽ നിന്ന് താഴെയാണ് പിന്നെ കാണാൻ കഴിഞ്ഞത്. കമിഴ്ന്ന് കിടക്കുന്നത് കണ്ടു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിയിൽ വെച്ച് മരിച്ചതായി സ്ഥിരീകരിച്ചു. വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. നമ്മുടെ നിസാറ് മരിച്ചിരിക്കുന്നു എന്ന്. 26 വയസ്സ് തോന്നിയിരിക്കുന്ന വലിയ നല്ല ശക്തിയുള്ള ഹൈറ്റും വെയിറ്റുമുള്ള നല്ല ആരോഗ്യവാനായ മനുഷ്യൻ വയറു നിറച്ച് ഭക്ഷണം കഴിച്ച് രാത്രി കിടന്നതാണ്. രാവിലെ പറയുന്നത് മയ്യിത്താണ്. മനുഷ്യന്റെ അവസ്ഥയാണ് മോമിനുകളെ ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ 4 ദിവസം കഴിയട്ടെ അവളുമായുള്ള പ്രശ്നം തീർക്കാൻ എന്ന് ആര് പറഞ്ഞു? 4 ദിവസത്തെ അവധി നമുക്ക് ആര് തന്നു? ഇന്ന് തന്നെ മോമിനുകളെ ആരോടെങ്കിലും വല്ല പിണക്കവും ഉണ്ടെങ്കിൽ തീർക്കണം. നോമ്പ് മാസത്തിലെ നോമ്പ് പടച്ചറപ്പ് സ്വീകരിക്കാൻ ഇത് വളരെ നിർബന്ധമാണ്. 1000 വട്ടം നിർബന്ധമാണ്. ഞാൻ നീട്ടി പറയുന്നില്ല. ബന്ധങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധമുണ്ട് മോമിനെ. അത് 10 മാസം നിർബന്ധിച്ചുവന്ന് പ്രസവിച്ച സ്വന്തം നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയാണ്. ഉമ്മയുടെ മനസ്സിന് തുല്യം വെക്കാൻ പടച്ചോന്റെ ദുനിയാവിൽ മറ്റൊന്നുമില്ല. ഉമ്മാന്റെ മനസ്സിന്റെ സ്നേഹം എത്ര വലുതാണ്! ഉമ്മാന്റെ കരുണയുടെ അളവ് നമുക്ക് അളക്കാൻ കഴിയില്ല. അത് തൂക്കിക്കണക്കാക്കാനും നമുക്ക് കഴിയില്ല. ഉമ്മാന്റെ സ്നേഹത്തിന് അതിരില്ല, പരിധിയില്ല. ഉമ്മയെ പോലെ സ്നേഹം തരുന്ന കൽപ്പില്ല. അങ്ങനെയുള്ള ഉമ്മയോട് ആർക്കെങ്കിലും വല്ല വിരോധവും ഉണ്ടെങ്കിൽ, ഉമ്മയെ കണ്ണുനീർ കുടിപ്പിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഉമ്മാനെ തള്ളേ എന്ന് വിളിക്കുന്നവരുണ്ടെങ്കിൽ, ഉമ്മയോട് ശബ്ദം ഉയർത്തി വരച്ചു ചാടി വർത്തമാനം പറയുന്നവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു ചെറുപ്പക്കാരൻ അള്ളാന്റെ പ്രവാചകരുടെ തൊട്ടടുത്ത് വന്നുകൊണ്ട് പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ പ്രവാചകനെ, അങ്ങയോട് ഞാനൊരു കാര്യം വാഗ്ദത്തം ചെയ്യുകയാണ്. അങ്ങയോടൊരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. ദീനിന് വേണ്ടി യുദ്ധം ചെയ്യുവാനും ഹിജ്റ പോകുവാനും ഞാൻ തയ്യാറാണ്. ആരാന്റെ മുമ്പിൽ, ശത്രുവിന്റെ മുമ്പിൽ എന്റെ ശരീരം വെട്ടി കൊടുക്കപ്പെടാൻ, അങ്ങനെ
പടച്ചോന്റെ കൂലി മാത്രമാണ് എനിക്കതിന് ആവശ്യമുള്ളത്. സ്വർഗമാണ് ഞാൻ അതിന് പ്രതീക്ഷിക്കുന്നത്. ഇത് പറഞ്ഞ സമയത്ത് ചെറുപ്പക്കാരനോട് ചോദിക്കുന്നു, പടച്ചോന്റെ കൂലിയല്ലേ നിനക്ക് ആവശ്യമില്ലതേ ഉള്ളത്? അതേ പ്രവാചകരെ, റബ്ബിന്റെ പ്രതിഫലം മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ചെറുപ്പക്കാരനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മോനെ, നിന്റെ മാതാപിതാക്കൾ വീട്ടിലുണ്ടോ? മോനെ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും ജീവിച്ചിരിപ്പുണ്ടോ? മോനെ? ആ ചെറുപ്പക്കാരൻ പറയുന്നു, രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട് പ്രവാചകനെ. ഒന്ന് ശ്രദ്ധിക്കണേ എന്റെ പ്രിയമുള്ള മുഅ്മിനേ, ബാപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ടെന്ന് ആ ചെറുപ്പക്കാരൻ റസൂലുള്ളാഹിയോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞ വർത്തമാനമുണ്ട്. എങ്കിൽ എന്റെ സഹോദര, നിന്റെ ഉമ്മാന്റെ വാപ്പാന്റെ അടുത്തേക്ക് നീ തിരിച്ചു പോകണം മോനെ. അവന് സുഖമായി കിടന്നുറങ്ങട്ടെ. അവരെ മനസ്സിനൊരു സമാധാനം കൊടുക്കും മോനെ. അവരോട് നല്ല രൂപത്തിൽ നീ വർത്തമാനം പറഞ്ഞ് ജീവിക്കും മോനെ. അവരോട് നല്ല പെരുമാറ്റം നീ പെരുമാറണം മോനെ. അവന് സുഖമായി കിടന്നുറങ്ങാനുള്ള ഒരു സമാധാനം അവർക്ക് രണ്ടുപേർക്കും നീ കൊടുക്കണം. എന്നാൽ നിനക്ക് സ്വർഗമാണ്. ജിഹാദിന്റെ ഹിജ്റയുടെ പ്രതിഫലം നിനക്ക് ലഭിക്കുന്നതാണ്. ഹജ്ജിന്റെയും ജിഹാദിന്റെയും അതുപോലെ തന്നെ ഹിജ്റയുടെയും കൂലി കിട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കുന്നത്, വീട്ടിലിരിക്കുന്ന ബാപ്പയുടെ ഉമ്മയുടെ അടുത്തേക്ക് മോനെ, അവർക്ക് സമാധാനം കൊടുക്കുന്നു, സുഖമായിട്ട് കിടന്നുറങ്ങിക്കോട്ടെ. എന്നാ നിനക്ക് ജിഹാദിന്റെ ഹിജ്റയുടെ കൂലി കിട്ടുമെന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാപ്പ പഴയ തലവേദനയുമായി വീടിന്റെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ പുറത്തു പോയ മോന് 10-30 വയസ്സുള്ള മകൻ, മൂത്ത മകൻ വീട്ടിലേക്ക് കയറി വരുമ്പോ ബാപ്പ ആകെ പരവശനായിക്കൊണ്ട് മ്ലാനതയോടുകൂടെ വാടി തളർന്ന് കൊലായിൽ ഇരിക്കുമ്പോ ആ ബാപ്പാനോട് ഒരു സലാം പറഞ്ഞ്, എന്തേ ബാപ്പയെ, നിങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടോ? നിങ്ങളെ പഴയ തലവേദന വീണ്ടും നിങ്ങൾക്ക് ഇളകിയോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സുലൈമാനോട് നിങ്ങൾക്ക് പറഞ്ഞൂടെ? ഇന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ, എന്റെ കയ്യിൽ കാശില്ലെങ്കിൽ ഉള്ളോടത്തുനിന്ന് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കൊണ്ടുപോയില്ലേ ഡോക്ടറെ അടുത്തേക്ക് എന്ന് ഈ മകൻ പറഞ്ഞാൽ ആ ബാപ്പാന്റെ തലവേദന അതോടുകൂടെ സുഖമാകും. മുഅ്മിനീകളെ, ഒരു മേജർ ഓപ്പറേഷൻ ചെയ്ത പ്രതീതി ആ ബാപ്പാക്ക് വാക്കുകൊണ്ടുണ്ടാവും. ആ ബാപ്പാക്ക് പിന്നെ പണം ചെലവഴിക്കേണ്ടി വരില്ല. ആ ബാപ്പയെ വണ്ടി വിളിച്ച് ഡോക്ടറുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവേണ്ടി വരില്ല. ഈ മകൻ അങ്ങനെയുള്ളൊരു നല്ല വർത്തമാനം പറഞ്ഞാൽ തന്നെ ആ ബാപ്പയുടെ വേദന സുഖമാവും. മക്കൾ കൊടുക്കേണ്ടത് വാരിക്കാരി പണം കൊടുക്കലല്ല മുഅ്മിനീകളെ വേണ്ടത്. ബാപ്പയോട് ഉമ്മയോട് കരുണയുള്ള വർത്തമാനമാണ് വേണ്ടത്. എപ്പോഴും കേൾക്കുന്ന സഹോദരായിട്ടല്ലേ, പടച്ചോനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. ഇത് പറഞ്ഞാൽ തൊട്ടടുത്ത് ഖുർആനിന്റെ ശൈലി, പുണ്യനബിക്ക് വഴിപ്പെടണം എന്നാണ് ഖുർആനിന്റെ ശൈലി. പടച്ചോനെ വഴിപ്പെടണേ, റസൂലിനും വഴിപ്പെടണേ. ഇതാണ് ഖുർആനിന്റെ സാധാരണ ശൈലിയെങ്കിൽ ഒരു നീണ്ട ആയത്തിന്റെ തുടക്കത്തിൽ ആ ശൈലിക്കൊരു മാറ്റം പടച്ചുറപ്പ് വരുത്തുകയാണ്. പടച്ചോനെ ആരാധിക്കണം എന്ന് പറഞ്ഞ് തൊട്ടടുത്തെ പറയേണ്ടത് പുണ്യനബിക്ക് വഴിപ്പെടണം എന്നാണ്. എന്നാൽ ആ സെന്റൻസ് ഒന്ന് അവിടെ നിന്ന് മാറ്റി വെച്ചിട്ട് പടച്ചുറപ്പ് പറയുന്ന വർത്തമാനമുണ്ട്, പടച്ചോനെ ആരാധിക്കണേ. അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ പടച്ചുറപ്പ് ഖുർആനിൽ പറയുന്നത് പാപ്പാനെ ഉമ്മാനെ സമാധാനപ്പെടുത്തണേ, അവർക്ക് നന്മ ചെയ്യണേ, അവരോട് നല്ല വർത്തമാനം പറയണേ, അവരെ മുഖത്ത് നോക്കി സ്നേഹത്തോടെ ഉമ്മ ഉപ്പ എന്ന് 100 വട്ടം വിളിക്കണേ. പാപ്പാന്റെ ഉമ്മാന്റെ മനസ്സിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഭൂമി ലോകത്തിലെ ഏറ്റവും നല്ല സന്തോഷമുള്ള വർത്തമാനം ഉമ്മ ഉപ്പ
വന്നാൽ പ്രായമാകുമ്പോൾ അവരെ സംരക്ഷിക്കാൻ അല്പം പ്രയാസമുണ്ടാവും. അതുകൊണ്ട് ഇടങ്ങേറുള്ള പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ്. പപ്പാനെ ഉമ്മാനെ പ്രായമാകുന്ന സമയത്ത് അവരെ നോക്കുക എന്നുള്ളത്. അങ്ങനെ പ്രയാസമായ സമയത്ത് മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ബാധ്യത നിന്റെ ചുമലിൽ വന്നാൽ അവരോട് കുരച്ചു ചാടണ്ട, അവരോട് പരീക്ഷമായി വർത്തമാനം പറയണ്ട. ഖുർആനാണ് മോമിനികളെ, ഖുർആനാണ്, പടച്ചറപ്പിന്റെ ഖുർആനാണ്. ഇന്ന് പ്രായമായ ഉമ്മയെ കൊണ്ട് ബാപ്പയെ കൊണ്ട് ഇടങ്ങാറായി നിൽക്കാൻ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയിട്ടാൽ നാട്ടുകാർ പറയുമെന്നുള്ള പേടി വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ എപ്പോഴോ അവിടെ കൊണ്ടുപോയി ചേർത്തിട്ടുണ്ടാവും. ഞാനിവിടെ ഒരു ഭാഗത്ത് ഒരു പരിപാടിക്ക് പോയി ദുആ കഴിഞ്ഞ് ഭക്ഷണത്തിന് വേണ്ടി ഒരു വീട്ടിലേക്ക് കയറുമ്പോ ആ വീടിന്റെ ഗേറ്റിന്റെ അടുത്തേക്ക് എത്തിയപ്പോ ഒരു സഹോദരൻ എന്റെ പിന്നാലെ വന്നിട്ട് എന്റെ ചുമലിൽ തട്ടി പറഞ്ഞു, ഉസ്താദെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് നിങ്ങൾ ഇറങ്ങിയിട്ട് എന്റെ ഈ കാണുന്ന വീട്ടിലൊന്ന് കയറി ഇറങ്ങണം എന്ന് എന്നോട് പറഞ്ഞു. ഭക്ഷണം കഴിച്ച് വന്നപ്പോഴും ആ പ്രിയപ്പെട്ട സഹോദരൻ ഗേറ്റിന്റെ അടുത്ത് എന്നെ കാത്തു നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ പിന്നാലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ കയറി അദ്ദേഹം എന്നോട് 1 മിനിറ്റ് ഇരിക്കാൻ പറഞ്ഞു. അകത്ത് പോയി എന്നെ വിളിച്ചു. ഞാൻ അകത്തേക്ക് കയറിയപ്പോൾ അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നു, ഈ കിടക്കുന്നത് എന്റെ ഉമ്മയാണ്. എന്റെ ഉമ്മക്ക് 100ഓളം വയസ്സ് പ്രായമുണ്ട്. ഉമ്മയുടെ കൈകാലുകൾ സ്വയം അനങ്ങുകയില്ല, എഴുന്നേൽക്കാൻ കഴിയില്ല. ഭക്ഷണം ഒരു ഭാഗത്തൂടെ കൊടുത്താൽ മറുഭാഗത്തൂടെ കീഴ്പോട്ട് പുറത്തേക്ക് പോവുകയാണ്. വെള്ളം കൊടുത്താൽ സ്പൂൺ കൊണ്ട് മുക്കി കൊടുത്താൽ പോലും മുഴുവൻ വെള്ളം അകത്തേക്ക് പോകൂല. നിലയും പുതയും പുറത്തേക്ക് വരികയാണ്. കാട്ടിക്കണമെങ്കിൽ ഞാനോ എന്റെ ഭാര്യയോ താങ്ങിപ്പിടിച്ച് നിൽക്കണം. അഥവാ അത് കഴിഞ്ഞാൽ പിന്നെ കഴിയേണ്ടതോ ഞാനോ എന്റെ ഭാര്യയാണ്. എന്റെ വീട്ടിൽ ഞാനും എന്റെ ഭാര്യയും ചെറിയ 2 മക്കളുമാണ് ഉള്ളത്. ഉസ്താദേ, നിങ്ങൾ വല്യമാക്ക് വേണ്ടിയിട്ട് എന്റെ അമ്മക്ക് വേണ്ടിയിട്ട് എന്ന് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കൊണ്ട് മനസ്സിലായോ? ഈ 100 വയസ്സായ ഉമ്മയെ എഴുന്നേറ്റ് നടക്കുന്ന ആ മകന് പ്രതീക്ഷയൊന്നും ഉണ്ടാവൂലല്ലോ. ഉമ്മാന്റെ അവസ്ഥ ഇതൊക്കെയാണ്. എനിക്കെന്റെ പേരിൽ നിൽക്കാൻ പറ്റുമോ? പണിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? പിന്നെ എന്റെ പെണ്ണുങ്ങളും 2 ചെറിയ കുട്ടികളാണുള്ളത്. അനങ്ങാനും വയ്യ, കിടക്കാനും വയ്യ, ഭക്ഷണം വാരി കൊടുക്കണം, ഉള്ളത് പുറത്തേക്ക് പോവാണ്. കാട്ടിച്ചാലും മൂന്നിച്ചാലും കഴുകണം. നിങ്ങളൊന്ന് വരക്കണേ. എന്തേപ്പ പറഞ്ഞതിന്റെ അർത്ഥം? മുണ്ടണില്ല, നിങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്നാ തോന്നുന്നത്. എന്തേപ്പ പറഞ്ഞതിന്റെ അർത്ഥം? ഈമാനോടെ അത് മരിപ്പിച്ച് കിട്ടാൻ വേണ്ടി നിങ്ങൾ വെറുക്കണേ. അങ്ങനെ പറയുന്ന വേണ്ട. നമുക്ക് തിരി ആ ശൈലിയിലും ആ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിച്ചത് ഭൂമികളെ, ഉമ്മയെപ്പോലെ ബാപ്പയെപ്പോലെ സ്നേഹമുള്ള മനുഷ്യർ ഭൂമി ലോകത്ത് ആരാമുണ്ട്. അവരെ പ്രയാസപ്പെടുത്തുന്നവർ ആരായാലും കേവലം ചെറിയ മക്കളല്ല, വലിയവർ വരെ, മാതാപിതാക്കളായി ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കുന്ന മക്കൾ വരെ പ്രായമായ ഉമ്മയെ ബാപ്പയെ 5 പൈസ വില കൽപ്പിക്കാതെ പ്രയാസപ്പെടുത്തുന്നവർ ധാരാളമുണ്ട്. എന്റെ മകൻ എന്റെ വീട്ടിലൊന്ന് കയറി വന്ന് ഇന്ന ഉമ്മാന്ന് വിളിച്ചിട്ട് ഞാനൊന്ന് മരിച്ച പാടില്ലായിരുന്നില്ല പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ഒരു ഉമ്മ പറഞ്ഞ വർത്തമാനം, എന്റെ മകൻ എന്റെ വീട്ടിലേക്കൊന്ന് കയറി വന്ന് ഉമ്മ എന്ന് എന്നെ വിളിച്ചിട്ട് ഞാൻ കണ്ണടച്ചാലും വേണ്ടില്ല. മൂത്തേടം മഹലിൽ ബഹുമാനപ്പെട്ട ശൈഖുന വലിയുള്ളാഹി അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹം 16 കൊല്ലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു നിക്ർ ഹൽഖയുടെ സദസ്സ് എല്ലാ വ്യാഴാഴ്ചകളിലും അസറിന്റെയും മഗ്രിബിന്റെ ശേഷം നടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ പല ആളുകളും ഈ വിനീതന്റെ വീട്ടിൽ വരും. നിക്റിലേക്ക് സംഭാവനകൾ കവറിയിട്ടുകൊണ്ട് തരും. ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കും. ഉസ്താദെ, അവിടെ വന്നാൽ നേരിൽ കണ്ട് പറയാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് ഉമ്മമാരും ഉപ്പമാരും ചെറുപ്പക്കാരും ഒക്കെ വന്ന് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കാറുണ്ട്. കൂട്ടത്തിൽ ഒരു ഉമ്മ വന്നു, പ്രായമുള്ള ഉമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഒന്ന് ശ്രദ്ധിക്കണം മുഅ്മിനീകളെ. ആ ഉമ്മ പറയുന്നു, പടച്ചറപ്പ് എനിക്ക് 8 മക്കളെ തന്നിട്ടുണ്ട്. 8 മക്കളെ എനിക്ക് പടച്ചറപ്പ് തന്നിട്ടുണ്ട്. അതിൽ 7 പെൺകുട്ടികളാണ്. 1ാമത്തവൻ മാത്രം ആൺകുട്ടിയാണ്. 7 പെൺമക്കളെയും പടച്ചറപ്പിന്റെ സഹായത്തോടുകൂടെ നാട്ടുകാരുടെ സഹായത്തോടെ
വരുന്നു. അവർക്കൊക്കെ മക്കളായിട്ടുണ്ട്. പെൺമക്കളുടെ കാര്യം ഓർത്താൽ എനിക്ക് ഇപ്പോഴും വല്ലാത്ത സന്തോഷമാണ്. അവരൊരു കഞ്ഞിക്കലാണ്. അവരെ കൊണ്ട് സന്തോഷമില്ലാതെ എനിക്ക് മറ്റൊന്നുമില്ല. എന്നാൽ ഉസ്താദെ, എനിക്ക് ഒരുത്തന്റെ ഒരു ആൺകുട്ടി പടച്ചോൻ എനിക്ക് ആദ്യം തന്നൊരു ആൺ തരി, ഓനെ കൂടി പടച്ചോനൊരു പെണ്ണാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോകാണ്. നിങ്ങളൊന്ന് തോർക്കണേ. നിനക്ക് എന്തേ മനസ്സിലായത്? എന്തേ മനസ്സിലായത്? ആ ചെറുക്ക തള്ളനെ കാട്ടുന്നത് ഉന്മപ്പത്തിലേക്കും. പടച്ചോനെ 8 കുട്ടികളെ തന്നിട്ട് ഒന്നെങ്കിൽ ഒരു ആണിന് ചുരുക്കി തന്നല്ലോ എന്ന് വിചാരിച്ച് സന്തോഷിക്കല്ലേ ഉമ്മ വേണ്ടത്? എന്നല്ലേയിരുന്നോ വേണ്ടിയിരുന്നത്? പക്ഷെ ഉമ്മയെ കൊണ്ട് ആ മകൻ പറയിപ്പിച്ചിട്ട് എത്ര ഗൗരവമുള്ള വർത്താന. 8 തന്നിട്ട് 7 പെണ്ണായി. ആ ഒന്നുകൂടി എനിക്ക് പെൺകുട്ടിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇതാ 100 റുപ്യ നിങ്ങൾ വായിക്കണം. മുഅ്മിനുകളെ, ഉമ്മയെ ബാപ്പയെ കഷ്ടപ്പെടുത്തുന്നവർ 30 നോമ്പെല്ലാം 3000 നോമ്പ് നോക്കിട്ടും ആ പട്ടിണിയല്ലാതെ അവന്റെ തടി മെലിയലല്ലാതെ അതിന്റെ പിന്നിൽ ഒരു പ്രതിഫലവും ലഭിക്കുകയില്ല. ഇവിടെ കൂടിയ ഞാനും നിങ്ങളടങ്ങുന്ന ഈ സമൂഹം ആരെങ്കിലും ബാപ്പയോട് ഉമ്മയോട് പ്രതികാരത്തോടെയാണ് ജീവിക്കുന്നതെങ്കിൽ ഒരു കാര്യം കേട്ടോളൂ, ഉമ്മ വേണ്ടാത്തതേ പറയൂ, ഉപ്പ വേണ്ടാത്തതേ ചെയ്യൂ. അത് ആദ്യമേ നമുക്കറിയണം. പ്രായമായാൽ അവർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് വെറുപ്പ് കൊണ്ടല്ല, അതൊരിക്കലും സ്നേഹമാണ്, അവരുടെ അധികാരമാണ്. ഇനി അവർ യഥാർത്ഥത്തിൽ തെറ്റ് തന്നെയാണ് ചെയ്യുന്നതും പറയുന്നതെങ്കിൽ പോലും മക്കൾ എന്ന നിലയ്ക്ക് ക്ഷമിച്ചു കൊടുക്കൽ ആവശ്യമാണ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഉണർത്താൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അവരവന്റെ മക്കളെ ആവശ്യമില്ലാതെ ഉമ്മമാർ ഒരിക്കലും പ്രയാസപ്പെടുത്തരുത്. അവർ വിവാഹിതരായി കഴിഞ്ഞാൽ ഭാര്യമാരുടെ ചുമതല കൂടി അവരുടെ പിരടിയിൽ നിർബന്ധമാണ്. ദീൻ നിർദ്ദേശിക്കുന്ന കാര്യമാണ് ഭാര്യയെ ഭക്ഷണം കൊടുത്ത് അവളെ നല്ല സന്തോഷത്തോടെ 100% സന്തോഷത്തോടെ പോറ്റി നോക്കി വളർത്താൻ ഒരു ഭർത്താവിനോട് ദീനിന്റെ നിർദ്ദേശമാണ്. അതുകൊണ്ട് അവൻ അവളെ നല്ല രൂപത്തിൽ നോക്കൂ. അവൾക്ക് ആവശ്യമുള്ളതൊക്കെ അവൻ വാങ്ങി കൊടുക്കൂ. അവളെ സന്തോഷപ്പെടുത്തുന്ന വർത്തമാനം അവൻ അവളോട് പറയും. അതിന്റെ പേരിലൊന്നും മക്കളോട് വിരോധം വെക്കാൻ ഉമ്മമാർക്ക് പാടില്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ആൺമക്കളുടെ ഭാര്യമാരെ സ്വന്തം മകളെ പോലെയാണ് കാണേണ്ടത്. ഒരിക്കലും അവളോട് മോശമായ രൂപത്തിൽ ഒരു വിരോധത്തോടു കൂടെ കാണാൻ പാടില്ല. അതേപോലെ തന്നെ തന്റെ മകനെ ആ ഭാര്യയ്ക്ക് ഇവൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോഴേക്ക് അതിന്റെ പിന്നിൽ ഉമ്മമാർക്ക് വിരോധമുണ്ടാവാൻ, വെറുപ്പുണ്ടാവാൻ പാടില്ല. നമ്മളൊക്കെ ചെറുതായിരുന്ന സമയത്ത് നമ്മുടെ ഭർത്താക്കന്മാരും അന്നത്തെ കാലത്ത് വീട്ടിലില്ലാത്ത സാധനം നമുക്ക് കൊണ്ടുവന്ന് തന്നില്ലേ? വൈക്കോലുണ്ടയുടെ പിന്നിലൂടെ ചായ മക്കാനിൽ നിന്ന് നേന്ത്രപ്പഴം കൊടുന്ന് ആർക്കും കൊടുക്കാതെ അന്ന് നമ്മളെ ഭർത്താവ് നമുക്ക് തന്നല്ലോ. ഇന്നത്തെ ഭർത്താക്കന്മാർ ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ ഭാര്യമാർക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയൊക്കെ ചെയ്യും. അത് ഒരിക്കലും ഉമ്മമാര് ഒരിക്കലും വെറുപ്പ് കാണിക്കുവാനോ അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കുയിത് കാണിക്കാനൊന്നും ഉമ്മമാരും ശ്രദ്ധിക്കാൻ പാടില്ല. ഇത് സാന്ദർഭികമായി ഒരു പറയേണ്ട കാര്യമാണെന്ന് ബോധ്യമായതുകൊണ്ട് പറയുന്ന കാര്യമാണ്. ഉമ്മയുടെ ബാപ്പയുടെ ഗുരുത്വവും പൊരുത്തവും വാങ്ങൽ മക്കൾക്ക് നിർബന്ധമാണെന്ന് 1000 വട്ടം ആണയിട്ട് പറയുന്നതോടൊപ്പം തന്നെ ഉമ്മമാർ ഉപ്പമാർ ഇക്കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരവന്റെ മക്കളെ ആവശ്യമില്ലാതെ ഉമ്മയെ നോക്കാതെ ബാപ്പയെ ശ്രദ്ധിക്കാതെ മക്കൾ ഭാര്യമാരെ ശ്രദ്ധിക്കാൻ പാടില്ല. ഉമ്മയെ വേണ്ടതുപോലെ പോറ്റി ബാപ്പയെ വേണ്ടതുപോലെ സംരക്ഷിക്കുന്നതോടൊപ്പം ഭാര്യയെ കൂടി നോക്കേണ്ട ചുമതല ആൺമക്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആൺമക്കൾ ഭാര്യമാരെ കാര്യം ശ്രദ്ധിക്കുമ്പോൾ ഒരിക്കലും ഉമ്മമാർ അതിന് മക്കളോട് വിരോധം കാണിച്ച് ഉറപ്പ് വെക്കാൻ പാടില്ല എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. മുഅ്മിനീങ്ങളെ, ഞാൻ സൂചിപ്പിച്ചത് ഉമ്മയെ പോലെ സ്നേഹമുള്ള കൽബാക്കാണുള്ളത്. ഞാൻ എപ്പോഴും പല സദസ്സുകളിലും ഉണർത്തുന്ന കാര്യമാണ്. 2 മക്കളുള്ളത് ഉമ്മ പറഞ്ഞ വർത്തമാനമാണ്. എന്റെ മൂത്ത കുട്ടി അവന്റെ മക്കളും മറ്റുമായി ഇവിടെ പാർക്കാൻ സൗകര്യമില്ലാത്തതിന്റെ പേരിൽ അവനൊരു ചെറിയ വീടെടുത്ത് വേറെ പോയിട്ടുണ്ട്. എന്നാൽ ദിവസവും അവൻ കൈക്കോട്ടും ചുമലിൽ വെച്ചുകൊണ്ട് പണിക്ക് പോകുമ്പോ വീടിന്റെ പടിക്കലൂടെ പോകുമ്പോ വീടിന്റെ പടിക്കൽ നിന്ന് അവൻ 4 വട്ടം ഉമ്മ ഉമ്മ ഉമ്മ
ദിവസം ഹോസ്പിറ്റലിൽ ഓട്ടോറിക്ഷ വിളിച്ച് കൊണ്ടുപോയി മരുന്ന് വാങ്ങി കൊടുക്കുന്നതും. പക്ഷേ ആ ഉമ്മയെ പറ്റി, ആ മകനെ പറ്റി ഉമ്മക്ക് പരാതിയാണ്. ആ മകനോട് വെറുപ്പാണ്, വിദ്വേഷമാണ്. എന്നാൽ മൂത്ത മകനോട് ഉമ്മാക്ക് വല്ലാത്ത സന്തോഷമാണ്. എന്താണ് കാര്യം എന്നറിയില്ലേ? മൂത്ത മകൻ ഉമ്മാക്ക് ഒരുപാട് വാരിക്കോരി കൊടുത്തത് കൊണ്ടല്ല, ആശുപത്രിയിലേക്ക് റിക്ഷ വിളിച്ചു കൊണ്ടുപോയത് കൊണ്ടല്ല, ഉമ്മയോട് നല്ല വർത്തമാനം പറഞ്ഞതാണ്. ഉമ്മയെ സ്നേഹത്തോടെ ഉമ്മ എന്ന് വിളിച്ചതാണ്. അതുകൊണ്ട് എന്റെ മുമ്പിലുള്ള ചെറുപ്പക്കാരെ നാമൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഉമ്മക്ക് പാപ്പാക്ക് വേണ്ടത് നല്ല വർത്തമാനങ്ങളാണ്, സ്നേഹപരമായ സമീപനമാണ്. അതുകൊണ്ടാണ് പടച്ചറപ്പ് പറഞ്ഞത് രാജാവിനോട് പ്രജകൾ സംസാരിക്കുന്നത് പോലെ, രാജാവിന്റെ മുമ്പിൽ പ്രജകൾ നിൽക്കുന്നത് പോലെ ഭക്തിയോടെ താഴ്മയോടെ ആണ് ഉമ്മയോട് ബാപ്പയോട് വർത്തമാനം പറയേണ്ടത്. അങ്ങനെയാണ് ബാപ്പാന്റെ ഉമ്മാന്റെ മുമ്പിൽ നിൽക്കേണ്ടതെന്ന് എന്റെ അഭിപ്രായമല്ല, ഇത് പടച്ചോന്റെ കലാമാണ്. അൽ ജന്നത്തു തഹത അഖ്ദാമി ഉമ്മഹാത്തിക്കും. ഉമ്മാന്റെ കാലിന്റെ താഴെ വരെ ക്ഷമിക്കേണ്ടി വന്നാലും ക്ഷമിച്ചു കൊടുത്താലല്ലാതെ അവർക്ക് സ്വർഗമില്ലെന്ന് പറഞ്ഞത്. ഉറങ്ങുന്ന സമയത്ത് പോലും കൽപ്പുറങ്ങാത്ത പ്രവാചകരാണ് മുഅ്മിനീകളെ ഈ പറഞ്ഞത്. ഞാൻ സൂചിപ്പിച്ചത് പരിശുദ്ധമായ റമദാൻ മാസത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് നമ്മുടെയൊക്കെ മനസ്സുകൾ വൃത്തിയാക്കുക, ബന്ധങ്ങളൊക്കെ സുദൃഢമാക്കുക. പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ ബന്ധങ്ങൾ വളരെ കാര്യക്ഷമമായി നാം നല്ല രൂപത്തിലാക്കുക. മൂന്നാമതായി ഒരു കാര്യം കൂടി പറഞ്ഞാൽ നേരം പെടുകയോ, ഒരു 10 കൂടി പറഞ്ഞാൽ ബുദ്ധിമുട്ടാവുക, അതും കൂടെ പറയണം. ആ മൂന്നാമത്തെ കാര്യം കൂടി പെട്ടെന്ന് പറയല്ലേ, അത് ചെയ്യല്ലേ, ഉപകാരപ്പെട്ടെങ്കിലോ. നോമ്പല്ലേ വരുന്നത്. മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനമാണ്, വളരെ പ്രധാനമാണ്. ആരാണ് മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട വല്ലതും എന്റെ പോക്കറ്റിലുണ്ടെങ്കിൽ, എന്റെ അധീനതയിലുണ്ടെങ്കിൽ ആരാന്റെ ആരാനെ കൊടുക്കേണ്ടതാണ്. സാമ്പത്തികമായ സർവബാധ്യതകളും അവധിയെത്തിയ കടങ്ങളുണ്ടെങ്കിൽ അവന്റെ പൊരുത്തമില്ലാതെ സമ്മതമില്ലാതെ ആരെങ്കിലും നീട്ടിക്കൊണ്ടുപോയി അവനോട് പ്രശ്നത്തിലാണ് നിൽക്കുന്നതെങ്കിൽ, എന്റെ മുമ്പിലെ വരുന്ന ശനിയാഴ്ച നോമ്പ് പ്രതീക്ഷിക്കുന്നവരാണ് നമ്മള്. ആരെങ്കിലും അങ്ങനെയുള്ള കടങ്ങളുണ്ടെങ്കിൽ അതൊന്ന് വൃത്തിയാക്കേണ്ടതാണ്. അവധിയെത്തിയത് കടമായിട്ടുണ്ടെങ്കിൽ കൊടുത്തു വീട്ടേണ്ടതാണ്. അല്ലെങ്കിൽ പൊരുത്തം വാങ്ങി അവധി നീട്ടി വാങ്ങേണ്ടതാണ്. അക്രമങ്ങളും ഉണ്ടാതെ അവന്റെ അവളുടെ ഒരു പടച്ചറപ്പിന് ആവശ്യമില്ല. ഖുർആൻ സാക്ഷിയാണ്, ഹദീസുകൾ സാക്ഷിയാണ്. കടബാധ്യത വല്ലാത്ത സീരിയസ് ആണ്, അത് അപകടകരമാണ്. കടം കൊടുക്കൽ പുണ്യമുള്ള കാര്യമാണ്, എന്നാൽ കടം വാങ്ങൽ അപകടമാണ്, സീരിയസ് ആണ്. കടം കൊടുക്കൽ പുണ്യമാണ്. ഒരു മനുഷ്യനെ കടം കൊടുത്ത് സഹായിച്ചാൽ വല്ലാത്ത കാര്യമാണ്. ബഹുമാനപ്പെട്ട പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മാ മിൻ മുസ്ലിമിൻ യുദ്രിബു മുസ്ലിമൻ കറത്തൈനി മറത്തൈനി ഇല്ലാ കാന മറത്തൻ. അതിൽ ഒരു മനുഷ്യനെ 2 പ്രാവശ്യം കടം കൊടുത്ത് സഹായിച്ചാൽ, ഒരിക്കൽ കൊടുത്തു പിന്നെയും കൊടുത്ത് ആ മനുഷ്യനെ ആരെങ്കിലും കടം കൊടുത്ത് സഹായിച്ചാൽ അതിൽ 1 പ്രാവശ്യം സദഖ കൊടുത്ത കൂലിയാണ്, അത് 1 പ്രാവശ്യം വെറുതെ കൊടുത്ത പുണ്യമാണ്. കടം കൊടുക്കൽ പുണ്യമുള്ള
പലിശക്കടമുണ്ടെങ്കിൽ ശനിയാഴ്ചന്റെ മുമ്പ് തന്നെ വീട്ടൽ നിർബന്ധമാണ്. 1000 വട്ടം നിർബന്ധമാണ്. പലിശക്കടം ഡേഞ്ചറാണ് മുമ്പിലുകളെ, ഡേഞ്ചറാണ്. വല്ലാത്ത പ്രയാസമുള്ള സംഗതിയാണ്. അല്ലാഹു തആല പലിശക്കടക്കാരെ, പലിശന്റെ പിന്നാലെ പോയ ആൾക്കാർക്ക് സ്വർഗ്ഗനരകത്തിൽ ഒരു പ്രത്യേക തരം പുഴകൾ തന്നെ സംവിധാനിച്ചിട്ടുണ്ട്. അതൊരു തരം രക്തപ്പുഴയാണ്, ചോരന്റെ പുഴയാണ്. അത് അല്ലാഹു തആല നരകത്തിന് തീ കൊണ്ട് തിളപ്പിച്ചിരിക്കുകയാണ്. ചോരപ്പുഴയുടെ വക്കിൽ ഒരു മനുഷ്യനുണ്ട്. അയാളുടെ മുമ്പിൽ മുഴുവനും എറിയാൻ പാകത്തിലുള്ള ഉരുളം കെട്ടുകളാണ്. ഈ തിളച്ചു മറിയുന്ന രക്തപ്പുഴയിൽ നിന്ന് ഈ മനുഷ്യൻ നീന്തി തുടിച്ച് കരയിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി വരുമ്പോ കരയിൽ നിൽക്കുന്ന മനുഷ്യൻ ആ കല്ലെടുത്തുകൊണ്ട് അദ്ദേഹത്തെ എറിയുകയാണ്. അദ്ദേഹം അങ്ങോട്ട് തന്നെ മടങ്ങുന്ന വെള്ളത്തിലെ ആ ചോരപ്പുഴയിലേക്ക് തന്നെ വീണ്ടും വരുമ്പോ പിന്നെയും എറിയുന്നു, വരുന്നു, എറിയുന്നു, മടങ്ങുന്നു, വരുന്നു, എറിയുന്നു, മടങ്ങുന്നു. വല്ലാത്ത കഷ്ടകാലമാണ്. ബഹുമാനപ്പെട്ട പ്രവാചകർ പറയുന്നു, ഞാൻ ചോദിച്ചു ഇവൻ ആരാണ്, ഇവൻ ചെയ്ത തെറ്റെന്താണ്? അപ്പോഴാണ് ജിബ്രീൽ എന്ന മലക്കനോട് പറഞ്ഞത്, ഓ പലിശക്കാരനാണ്, പലിശന്റെ പിന്നാലെ പോയവനാണ്. പലിശക്കാരുള്ളവർ ഇന്ന് കൂട്ടണം. ഇന്ന് ശനിയാഴ്ചന്റെ അപ്പുറം എന്തായാലും പോകണ്ട. എന്തേലും വിറ്റ് വലിച്ച് വിറ്റാൻ വില കിട്ടണം. വലിയ സാധനം ഉണ്ടെങ്കിൽ ഒക്കെ വെക്കുക, ആ കടകളൊക്കെ കൊടുക്കുക. വളരെ നിർബന്ധമുള്ള കാര്യമാണ്. എന്തെങ്കിലും പ്രത്യേകിച്ച് എന്റെ സഹോദരിമാർ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോയി ബാഗുകളിൽ പണയം വെച്ചിട്ട് പരീക്ഷയ്ക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ ബാങ്കിൽ പോയിട്ട് എവിടെയും കുറച്ച് പൈസ കടം വാങ്ങിച്ച് ആ പണ്ട് എടുത്തോണ്ടിരാം. നാളെ തന്നെ പണ്ടം വെക്കുക, വിറ്റ് തക്കാനാണ് വെക്കുക, ബാക്കി പൈസ കയ്യിൽ വെക്കുക. എന്നിട്ട് ബാക്കി പിന്നെ എപ്പോഴാണോ ആഭരണം വാങ്ങാൻ പൈസ പടച്ചോ തരുന്നത് അന്ന് സ്വർണം വാങ്ങുക. എന്നാൽ ഈ പലിശക്കടമായിട്ട് ഈ ആഭരണം ബാഗിൽ കൊണ്ടുപോയി വെക്കാൻ നമുക്ക് പാടില്ല. ആവശ്യമുള്ളപ്പോൾ അത് പണയം വെക്കുകയല്ല വേണ്ടത്. അവനവന്റെ മുതലില്ലേ അത് വിൽക്കണം. എന്നിട്ട് എപ്പോഴാണോ അവനാണ് പിന്നെ സ്വർണം പണയം വെച്ചാൽ അത് വീണ്ടെടുക്കാൻ എന്തായാലും പണം ആവശ്യമാണല്ലോ, എപ്പോഴെങ്കിലും പണം ഉണ്ടാക്കേണ്ടി വരുമല്ലോ. അങ്ങനെ പണം കിട്ടുന്ന സമയം ആ വിറ്റ പണ്ടം അന്ന് വാങ്ങിക്കുക. എന്നാൽ പിന്നെ ഒരിക്കലും അവന് ആഹാരം നഷ്ടപ്പെടുകയില്ല, അവൾക്ക് ആഹാരം നഷ്ടപ്പെടുകയില്ല. ഏതായാലും അത്ര വലിയ സാധനമല്ല, കടം വെച്ചുകൊണ്ട് കാതിൽ തൂക്കേണ്ടതല്ല ആഭരണം. അത് ഒരിക്കൽ തിയേറ്ററിൽ കയറ്റുമ്പോൾ കത്തിനി കൊണ്ട് വിട്ടും. അങ്ങനെയില്ലെങ്കിൽ എന്തായാലും 3 കഷ്ണം തുണിയിൽ മലർത്തി കിടത്തുന്നതിന്റെ മുമ്പ് എല്ലാം വെട്ടി കത്തിരി കൊണ്ട് കഷ്ണിച്ച് അത് എടുക്കുന്നൊരു ദിവസം ഉണ്ടാവും. അതിന്റെ മുമ്പ് അവനാന്റെ കൈ കൊണ്ട് തന്നെ ഊരിച്ച് അതുകൊണ്ട് വിറ്റ് അവനെ കടം വീട്ടിയാൽ മയ്യത്ത് പുറത്തിന് കനം കുറച്ച് കുറയും. മയ്യത്തിന് കുറച്ച് കനം കുറയും. മാത്രമല്ല ഓളെ മയ്യത്ത് പള്ളി മിഹ്റാബിൽ കൊണ്ടുപോയി വെച്ച് വന്യരായ ഉസ്താദ് പറയും, ഇന്നാലിന്നാളും മരിച്ചിട്ടുണ്ട്, വല്ലാത്ത മനുഷ്യനെ ഉഷാറായിരുന്നേ, എന്റെ അക്രമമുണ്ടെങ്കിൽ മൂത്ത മകൻ സുലൈമാൻ കുട്ടി ഏറ്റിട്ടുണ്ട് എന്ന് പറയുമ്പോ ആ പാവൻ സുലൈമാനെ മൂത്ത മകനെ ഈ പലിശക്കടം കൊടുത്ത് കണ്ടത് ഉലുമ ചെയ്ത് അവസാനം യാത്ര പോകേണ്ടി വരില്ല. ബാപ്പാന്റെ കടം ഈ മൂത്ത മകൻ ഏറ്റെടുക്കുമ്പോ അത് പലിശക്കടാണെങ്കിൽ ഇന്ന് വരെ പലിശന്റെ പിന്നാലെ പോകാത്ത ആ മൂത്ത മകൻ അവസാനം ബാപ്പ ഓന്റെ കയ്യിൽ കൊടുക്കുന്ന ഒരു സമ്മാനം നോക്കണം. ഈ പലിശക്കടം ഭൂമികളെ ചിന്തിക്കുന്നത് നല്ലതാണ്. 10 സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ അതിൽ 4 സെന്റ് വിറ്റൊരു ചെറിയൊരു വീടൊക്കെ ആവശ്യം ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും 3 ലക്ഷം ഉൾപ്പെട്ടു. ഒരു 2 ലക്ഷം പലിശക്കടം കൊടുക്കുക, 1 ലക്ഷം ഉറുപ്പിയോണ്ട് എന്തെങ്കിലും വരുമാനം ആക്കുക. അങ്ങനെയാ ചെയ്യുക. 10 ഉറുപ്പ്യ കിട്ടിയാൽ 9 ഉറുപ്പിയോട് ജീവിക്കണം, 10 ഉറുപ്പ്യ കിട്ടിയാൽ 11 ഉറുപ്പിയോട് ജീവിക്കാൻ പാടില്ല. സാമ്പത്തികം വളരെ എന്നെ ഒന്നുകൂടി മനസ്സിലാകുന്ന രൂപത്തിൽ ഞാൻ പറയാം. 10 ഉറുപ്പ്യന്റെ മത്തിക്കാണ് ഒരു ദിവസം കാശ് കയ്യുള്ളെങ്കിൽ 10 ഉറുപ്പ്യന്റെ മത്തി വാങ്ങാം. ഉച്ചക്കും അത് അതിന്റെ ബാക്കി രാത്രിയും അതിന് തുള്ളി വെള്ളം ബാക്കിയുണ്ടെങ്കിൽ പിറ്റത്തെ രാവിലത്തെ അപ്പുറത്തേക്കും ആ വെള്ളം തന്നെ. അല്ല ഇന്ന് കുറെ പൈസ കിട്ടിയോ, രാവിലെ കഷ്ണം മീന്, ഉച്ചക്കും കഷ്ണം മീന്, രാത്രി കഷ്ണം മീന്, നാളെ രാവിലെ എന്തെങ്കിലും മട്ടണോ ചിക്കനോ ഫിഷോ എന്തോ. കയ്യിൽ കാശിട്ടെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ ഇല്ലാത്തതുപോലെ. കടമാവുന്നത് വളരെ സൂക്ഷിക്കണം. എപ്പോഴാ പോകാന്നറിയില്ല. ഇവിടെ പനിഞ്ഞി ബാക്കി വന്ന പഞ്ഞിക്കെട്ടൊക്കെ പാടെടുത്തിട്ട് മുഖത്തോട് കരുത്തിച്ച് കെട്ടി പൂട്ടി ഒരു ദിവസം കൊണ്ടുപോകും. ഇന്നലെ വരെ നടന്നു പോയ വഴിയിലൂടെ അവനെ അവിടെ ചുമലിൽ വെച്ച് കുഞ്ഞു
അഞ്ചലി വിട്ടാൽ രണ്ടു കാൽ ആടിയാടി മൂന്നു കാൽ ആട്ടം വിട്ടാൽ അങ്ങനെ ഒരു യാത്ര നമുക്കൊക്കെ പോകേണ്ടതുണ്ട്. അല്ലാഹു തആല മരണമാസം വന്നപ്പോൾ അക്രമാറുകളൊക്കെ വീടി ബന്ധങ്ങളൊക്കെ വൃത്തിയാക്കി മനസ്സൊക്കെ ശുദ്ധീകരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി സ്വർഗം കണ്ട് മുന്നിലയുടെ മുഖം കണ്ട് മരിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. എന്താ ചെയ്യുന്നത്? അല്പതിക്രം. പ്രിയമുള്ള മുഅ്മിനുകളെ, എല്ലാവരും ഒരൽപ്പം സമയം വൈകിട്ടൊന്നുമില്ല.